എ വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. മീ മൈസെൽഫ് സഫദ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് വാട്ട് ഈസ് നോളജ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള ടൈപ്സ് ഓഫ് നോളജസ് ഉണ്ട്, അതുപോലെ തന്നെ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് AI, അതുപോലെ ഏതൊക്കെ ടെക്നിക്സ് ആണ് എയ്ക്കകത്ത് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പം നമ്മൾ ഇന്നിപ്പം നോക്കുന്നത് എന്താണ് നോളജ് എന്ന് നോക്കാം. നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ എയുടെ കേസിൽ വരുമ്പോൾ. അപ്പം നമുക്ക് നോളജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു മലയാളത്തിൽ നമ്മൾ നോളജ് എന്ന് പറയാൻ അറിവെന്ന് പറയും. അതായത് എന്താണ്, എന്തെങ്കിലും ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെ പറ്റി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായെങ്കിൽ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു എക്സലിനെ പറ്റി ഒരു നോളജ് ഉണ്ടെന്നതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ എക്സലിൽ നമുക്കൊരു കമ്പ്യൂട്ടേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സൽ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റീസ് പെർഫോം ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സൽ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എറർ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് ജസ്റ്റ് ഒരു നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ലിവിങ് വേൾഡിൽ, അതായത് നമ്മുടെ ഈ ഒരു എറയിൽ നമ്മുടെ വേൾഡിൽ നമ്മൾ തിങ്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ഹ്യൂമൻ ബീങ്സിനാണ് ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളത് എന്നൊരു ധാരണയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു നോളജിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതുപോലെ റീസണിങ്, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മെഷീൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, മെഷീൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും. അതിപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടർ എടുക്കുവാണെങ്കിൽ, ഒരു സീലിംഗ് ഫാൻ എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പവർ, ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ കൊടുക്കുമ്പോൾ അതിനുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് തരും. അവരെ സംബന്ധിച്ച് അവർക്കൊരു നോളജ് എന്നോ അല്ല ഇൻ്റലിജൻസ് എന്നൊരു കാര്യം അവർക്കില്ല. പക്ഷെ നമുക്ക് എങ്ങനെ ഒരു മെഷീനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഒരു മെഷീൻ നോളജ് കൊടുക്കാം, അതാണ് ഈ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെഷീൻസിനെ നമുക്ക് എങ്ങനെ നോളജസ് അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. അതിന് നമുക്ക് അബ്രിവേറ്റ് ചെയ്ത് KR എന്ന് പറയാം. അതുപോലെ നോളജ് റെപ്രസെൻറ്റേഷൻ ഓഫ് റീസണിങ് KRR എന്നാണ് ഉത്തരം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിൽ ഏജന്റുകളായിരിക്കും ഒരു ഫംഗ്ഷൻ, ഒരു പർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യുന്ന എൻറ്റിറ്റിയാണ് നമ്മൾ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോളജ് റെപ്രസെൻറ്റേഷൻ കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായിട്ടുള്ള ഒരു ഏജന്റ് എങ്ങനെ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് നമുക്കൊരു ഇൻ്റലിജന്റ് ബിഹേവിയർ ആയിട്ടൊരു ഏജന്റ്, ഒരു ഏജന്റിന് എങ്ങനെ നമുക്ക് കുറച്ച് ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷൻ്റെ അകത്തും അതുപോലെ തന്നെ നോളജ് റെപ്രസെൻറ്റേഷൻ റീസണിങ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ഇപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ ഒരു റിയൽ വേൾഡ്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു കോവിഡ് ക്രൈസിസ് ആണ്, നമുക്കറിയാം, എപ്പിഡമിക് ക്രൈസിസ് ആണ്. അപ്പം നമുക്ക് കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വൈറസിനെ പറ്റി കുറച്ച് നോളജസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ച് ആ ഒരു നോളജ് വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ മാസ്ക് പ്രോപ്പറായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത്. എന്താണ്, ഈ ഒരു സ്പ്രെഡ്, ഈ ഒരു എപ്പിഡമിക്കിൻ്റെ, ഈ ഒരു വൈറസിൻ്റെ സ്പ്രെഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു വൈറസിനെ പറ്റിയുള്ള കുറച്ച് നോളജിൽ നിന്നാണ് നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ആ വക രീതിയിൽ എങ്ങനെ നമുക്കൊരു മെഷീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, മെഷീൻസിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ നമുക്കൊരു ഹ്യൂമൻ ബീങ്സ് ബിഹേവ് ചെയ്യുന്ന പോലെ മെഷീൻസിനെ ട്രീറ്റ് ചെയ്യാം. ഇതാണ് എയുടെ മെയിൻ ആയിട്ടൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, കുറേ ഡേറ്റാസ് എടുത്ത് ഡാറ്റാബേസിൽ ഇടുന്നു. അതല്ല നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയിൽ നിന്നും മെഷീന് എന്തെങ്കിലും നോളജ് അക്വയർ ചെയ്യണം. അക്വയർ ചെയ്തിട്ട് ഹ്യൂമൻ ബീങ്സ് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഡേറ്റ അല്ലെ ആ ഒരു നോളജ് വെച്ചിട്ട് ബിഹേവ് ചെയ്യുകയും കൂടെ ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ടാകും, അതിനകത്ത് കുറേ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ട് മെഷീൻസ് ആ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് ആ ഡേറ്റയിൽ നിന്ന് കുറച്ച് നോളജ് അക്വയർ ചെയ്യണം. ആ അക്വയർ ചെയ്യുന്ന നോളജ് വെച്ചിട്ട് ഹ്യൂമൻ ബീങ്സ് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ മെഷീൻസും റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യണം. അതാണ് നമ്മുടെ AI യുടെ ഒരു അൾട്ടിമേറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നോളജിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എയുടെ സിസ്റ്റത്തിനകത്ത്. പല കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക് ആയിട്ട് വരുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു നോളജ് റെപ്രസെൻറ്റേഷനകത്ത് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്ന ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു നമ്മുടെ വേൾഡിലുള്ള കുറച്ച് ഒരു പർട്ടിക്കുലർ ഒരു ഡൊമൈനിൽ എടുത്തിട്ട് അതിനകത്തുള്ള കുറേ ഫാക്റ്റുകളെ പറ്റിയായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഗിറ്റാർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഗിറ്റാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഡൊമൈനിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് കുറച്ച് സ്ട്രിങ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രംപറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ബ്രാസ് ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഗിറ്റാർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കീബോർഡ്
അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ കേസിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. അതിനൊരു മോണിറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കണം, കുറച്ച് കീപാഡുകൾ ഉണ്ടായിരിക്കും, ടച്ച് പാഡ് ഉണ്ടായിരിക്കും. ഇവ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഡൊമൈൻ, അതാണ് ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഈവൻ്റ് ആണ്. ഈവൻ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മുടെ വേൾഡിൽ എടുക്കേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു, കോവിഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു കുറച്ച് നോളജ് നമ്മൾ ഗെയിൻ ചെയ്തു. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യണം. എന്തൊക്കെ ഈവെൻറ്റുകളായിരുന്നു? നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മാസ്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്യുക, നമ്മുടെ കവർ ചെയ്യുക. ഇവ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്ന ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പെർഫോമൻസ്. പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുക എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യാം, ആ നോളജ് അനുസൃതമായിട്ട് എങ്ങനെ നോളജ് ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പെർഫോമൻസിനകത്ത് വരുന്നത്. പിന്നെ മെറ്റാ നോളജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വാട്ട് ഈസ് നോളജ് അബൌട്ട് നോളജ്. ഇപ്പോൾ നമ്മൾ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ അബൌട്ട് ഡേറ്റ എന്നുള്ള രീതിയിൽ തന്നെയാണ് മെറ്റാ നോളജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് നോളജ് ബേസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് നോളജ് ബേസ് എന്നുള്ളത്, അതായത് ഏതൊരു നോളജ് ഗെയിൻ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു സെൻട്രൽ കമ്പോണ്ട്, സെൻട്രൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ബേസ് ആയിരിക്കും. അതിന് നമുക്കൊരു അബ്രിവേറ്റഡ് രീതിയിൽ KB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നോളജ് ബേസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസസ് ആയിരിക്കും. നമ്മുടെ നോളജ് ബേസിനെ പറ്റി വരുന്ന സ്ലൈഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് യു ജസ്റ്റ് ബി അവെയർ ഓഫ് വിറ്റ് വാട്ട് ഈസ് നോളജ് ബേസ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ എൻറ്റിറ്റിയാണ്. നമ്മുടെ ഒരു നോളജ് ബേസ്ഡ് ഏജന്റിനകത്ത് ഒരു സെൻട്രൽ എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമുക്ക് വരുന്ന കാര്യമാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് യൂണിവേഴ്സിറ്റിക്ക്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ്. അപ്പോൾ നോളജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്, കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നും നമ്മളൊരു ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യണം. ആ ഒരു ഇതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുന്നു. ഇതാണ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു അവയർനെസ് വേണം നമുക്ക് പറയാം. കുറേ എക്സ്പീരിയൻസസ് നിന്ന് നമ്മൾ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു എപ്പോഴും കോവിഡിൻ്റെ കേസിൽ തന്നെ പറയണ്ട, ഇപ്പം അല്ലാതെ ഒരു നോളജ് ആണെങ്കിൽ തന്നെ ഇപ്പം യു ആർ കറന്റ് സ്റ്റാർട്ടിങ് ഇൻ BSc റൈറ്റ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കമ്പ്യൂട്ടർ ഡൊമൈനിൽ കമ്പ്യൂട്ടർ നോളജ് കുറേ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോളജ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഇപ്പം തന്നെ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾ വാട്ട് ടു സേ യു വിൽ ബി യൂസിങ് ഗൂഗിൾ മീറ്റ് ഓർ സൂം ഓർ എനിത്തിങ്. അപ്പോൾ നിങ്ങൾ എന്താണ് കുറച്ച് നമ്മുടെ നോളജസ്, അതിന് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം, മൂഡിൽ ഇങ്ങനെയുള്ള കുറേ വെബ് ആപ്ലിക്കേഷനുകളായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെടുന്നു. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് നോളജസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. ഇതാണ് ഒരു നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എയുടെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജസ് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് നമുക്ക് 5 രീതിയിലുള്ള 5 ടൈപ്സ് ഓഫ് നോളജസ് ആണ് നമ്മുടെ കേസിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഓരോ നോളജിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റിലേ വരുന്ന നോളജ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് നോളജ് ആണ്. ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നോളജ് അബൌട്ട് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ടു നോ അബൌട്ട് സംതിങ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി നമുക്ക് അറിയണം. അതാണ് ഡിക്ലറേറ്റീവ്. വി ആർ ഡിക്ലറിങ് സംതിങ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നൊക്കെ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആ ഒരു കാര്യം. അതിനകത്ത് നമ്മൾ അതിന്റെ ഫാക്റ്റുകൾ, ഒബ്ജക്റ്റുകൾ, ഇപ്പൊ തന്നെ ഗിറ്റാറിനെ പറ്റിയാണെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കുറച്ച് സ്ട്രിങ്സ് കാണും, അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് ഇത്ര ആയിരിക്കും, ഇത്ര നമ്പർ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും അതിന് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അതിന്റെ ഒരു ഫാക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ആണ്. അത് പ്രൊസീജിയർ ലാംഗ്വേജ്, ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഡിക്ലറേറ്റീവ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന നോളജാണ് പ്രൊസീജിയർ നോളജ്. പ്രൊസീജിയർ നോളജ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പരറ്റീവ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് ഇമ്പരറ്റീവ് നോളജ് ആണ്. ഇമ്പരറ്റീവ് നോളജും പ്രൊസീജിയർ നോളജ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നോളജ് ആണ്. എങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യണം, ഹൗ ടു ഡു സംതിങ്, എങ്ങനെ ഒരു ആക്ടിവിറ്റി നമുക്ക് പെർഫോം ചെയ്യണം. ഇപ്പോൾ തന്നെ നമുക്ക് ഡ്രൈവിംഗ് അറിയാം, ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ്സ് നമുക്കറിയാം, പക്ഷേ ഹൗ ടു ഡ്രൈവ് എ കാർ, അതാണ് പ്രൊസീജിയർ നോളജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ല. ഡിസ്ക്രിപ്റ്റീവിൻ്റെ അകത്ത് വരികയാണെങ്കിൽ, ഡിക്ലറേറ്റീവിൻ്റെ അകത്ത് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യണം, ആക്സിലേറ്റർ പ്രോപ്പറായിട്ട് ഗിയർ ചേഞ്ചിങ് ചെയ്യുക, ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിൽ വരും. പക്ഷേ പ്രൊസീജിയർ നോളജ് എന്ന് പറയുമ്പോൾ ആ നോളജ് വെച്ചിട്ട് ഹൗ യു ആർ ഗോയിങ് ടു ഡ്രൈവ് എ കാർ, അതാണ് പ്രൊസീജിയർ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ടാസ്കിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജുമാണ് ഇതുമാണ് പ്രൊസീജിയർ നോളജ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ റൂളുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രൊസീജിയർ നോളജ് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ടാസ്കിന് അനുസൃതമായിട്ടായിരിക്കും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നോളജ് എന്ന് പറയുമ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കേസിലാണെങ്കിൽ തന്നെ 2 വീലർ റൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ 4 വീലർ ഡ്രൈവ് ചെയ്യും. ഇപ്പോൾ ഒരു 4 വീലർ ഇപ്പോൾ നോർമൽ പാസഞ്ചർ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ടാസ്ക് പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്പീഡ് ലിമിറ്റിൻ്റെ കേസ് തന്നെ പറയുവാണെങ്കിൽ നമ്മൾ ടൗണിൽ അല്ലെങ്കിൽ സ്കൂൾ സോൺ ഏരിയയിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ച് ആ ഒരു സ്പീഡായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. നമ്മൾ വെരാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ ആ ഒരു സ്പീഡ് ലിമിറ്റ് മേ വേരി. ഓക്കെ, ദെൻ ഫൈനലി വി ഹാവ് മെറ്റാ നോളജ്. മെറ്റാ നോളജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എ നോളജ് അബൌട്ട് അതർ ടൈപ്സ് ഓഫ് നോളജ്. ആ നോളജ് വെച്ചിട്ട് ബാക്കിയുള്ള ടൈപ്പിലുള്ള നോളജുകളെ പറ്റിയുള്ള നോളജ് അക്വയർ ചെയ്യുന്നതിനാണ് മെറ്റാ നോളജ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഹ്യൂറിസ്റ്റിക് നോളജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂറിസ്റ്റിക് നോളജ്.
ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു എക്സ്പേർട്സ് ഒരു പർട്ടിക്കുലർ ഫീൽഡിനകത്തുള്ള നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഫീൽഡ് എടുത്ത് അതിനെ പറ്റിയുള്ള നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജ്, ഹൈ ലെവൽ നോളജ് ആണ് ഗെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹ്യൂറിസ്റ്റിക്കിന്റെ ഒരു കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് യു ആർ ഫ്ലൈങ് ഇൻ എയറോപ്ലെയിനിലേക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വരികയാണ്, ഒത്തിരി എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഒക്കർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പം പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വരികയാണ് എയർ ട്രാഫിക് ആക്സിഡൻസ് കൂടുതലാണ്, സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രാവൽ ബൈ കാർ എന്നുള്ള ഒരു ഹ്യൂറിസ്റ്റിക് ആയിട്ട് നോളജാണ് എനിക്ക് വരുന്നത്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിന് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രോച്ചസിൽ നിന്നാണ് നമ്മൾ ആ ഒരു റൂൾ അക്വയർ ചെയ്തിട്ട്, ആ നോളജ് അക്വയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു കോവിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഇതിന് മുമ്പുണ്ട് ഒരു നിപ്പ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. അപ്പൊ അതിന് ഇനിയും നമ്മുടെ വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ ആ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നോളജസ്, നമുക്കൊരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പീപ്പിളിന്റെ ഇടയിൽ. ഇപ്പൊ തന്നെ ഈ ഒരു COVID-19 ആണെങ്കിൽ തന്നെ നമ്മളിപ്പം പ്രോപ്പർ ആയിട്ടുള്ള ലോക്ക്ഡൌൺ ചെയ്തു, അതിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അവയർനെസ് പീപ്പിളിൽ പബ്ലിക്കിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് ആ ഒരു എപ്പിഡമിക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. ആ ഒരു രീതിയാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. കുറച്ച് റൂൾസ് നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് നല്ല വേറെ ഏതെങ്കിലും ഡൊമൈനിൽ ആ ഒരു ഇതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസുകൾ ബിഹേവിയറുകൾ നമ്മൾ അവയർനെസ് നമ്മൾ ഗെറ്റ് ചെയ്തിട്ട് അതനുസൃതമായിട്ട് നമ്മൾ പുതിയൊരു വർക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. അതാണ് ഒരു ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. ഹ്യൂറിസ്റ്റിക് നോളജിനെ പറ്റി നമ്മൾ വരുന്ന സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് ലാസ്റ്റ് വൺ ഇസ് സ്ട്രക്ചർ നോളജ്. സ്ട്രക്ചർ നോളജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അതിനകത്ത് നമ്മൾ പല റിലേഷൻഷിപ്സ്, പല കൺസെപ്റ്റുകളെ പറ്റിയുള്ള റിലേഷൻഷിപ്സിനെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. കാരണം നമുക്കൊരു സൊല്യൂഷൻ ആണ് വേണ്ടത്. സ്ട്രക്ചർ നോളജ് എന്ന് പറയുമ്പോൾ വി നീഡ് ടു ഗെറ്റ് എ സൊല്യൂഷൻ. അതുപോലെ തന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പുകൾ, പല ഒബ്ജക്റ്റുകൾ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടോ, ആ റിലേഷൻഷിപ്പ് നമ്മൾ ചിലപ്പം ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഒപ്റ്റിമൽ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് ആക്ച്വലി നോളജ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്. ഇത്രയും കാര്യങ്ങൾ 5 ടൈപ്പിലുള്ള നോളജസ് ആണ് നമുക്ക് എയുടെ കേസിൽ വരുന്നത്. അപ്പോൾ നോളജ് റെപ്രസെന്റേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസ് ടൈമിൽ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ട്രൈ ടു പോസ്റ്റ് ഇൻ ഡിസ്കഷൻ ഫോറം. ഇതാണ് സൈറ്റിന്റെ URL. ഓക്കെ, താങ്ക് യു.